ഹായ് ഹലോ നമുക്ക് വൈകുന്നേരത്തെ ചായക്ക് വേണ്ടിയിട്ട് കിഴങ്ങ് പൊരിച്ചത് ഉണ്ടാക്കില്ല. അതിനായിട്ട് ഞാനിവിടെ കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അതിനെ സ്ക്വയർ ടൈപ്പായിട്ട് കട്ട് ചെയ്തെടുക്കാം. കോഴിക്കാൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബാക്കി വരുന്നതിനൊക്കെ ഇങ്ങനെ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് പൊരിച്ചെടുക്കാനായിട്ട് നമുക്ക് മാവ് ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനിവിടെ കടലപ്പൊടി എടുത്തിട്ടുണ്ട്. അത് 2 വലിയ സ്പൂണാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. പിന്നെ എനിക്കിതിലേക്ക് ചേർക്കേണ്ടെന്ന് തോന്നിയത് മുളക് പൊടിയാണ്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ മുളക് പൊടി ചേർക്കണ്ട. 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, പിന്നെ കറിവേപ്പില, ചെറിയ ജീരകം ചതച്ചത്, കായപ്പൊടി ഇതെല്ലാം ഇട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് നമുക്കിതൊന്ന് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കിഴങ്ങ് ഓരോന്നായി ഇട്ടിട്ട് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് പൊരിച്ചെടുക്കാം. ഇനി ഇതിൻ്റെ ഒരു ഭാഗം വെന്തതിനെ നമുക്കൊന്ന് മറിച്ചിട്ടെടുക്കാം. കടയിൽ നിന്ന് വാങ്ങുന്ന ഒരു പെർഫെക്ഷൻ വേണമെങ്കിൽ നമുക്ക് മുളക് പൊടി സ്കിപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഇതുപോലെ കുറച്ച് ഡാർക്കായി പോകും. ഇനി നമുക്ക് കഷ്ണങ്ങളാക്കി വെച്ചത് കോഴിക്കാലിന് വേണ്ടി പൊരിച്ചെടുക്കാം. കോഴിക്കാൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. കാണാൻ വലിയ ഷേപ്പൊന്നും ഇല്ലെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.